നമുക്ക് പുറത്ത് പോയി ഡിന്നർ കഴിച്ചാലോ എന്ന് എന്നോടൊരു ചോദ്യം. അത് കേട്ടത് ഞാൻ പെട്ടെന്ന് തന്നെ റെഡിയായി കേട്ടോ. അങ്ങനെ നമ്മൾ വീടിന് തൊട്ടടുത്തുള്ള റെസ്റ്റോറൻറ്റിലാണ് പോയത്. അവിടെ ചെന്നപ്പോൾ രാവിലേട്ടൻ അൽഫാമാണ് ഓർഡർ ചെയ്തത്. ഞാനത് കേട്ടതും ചിക്കൻ ഫ്രൈഡ് റൈസ് പറഞ്ഞു. സാധാരണ ഞാൻ മന്തിയുടെ ആളാണ് കേട്ടോ. പക്ഷേ ഞാനിപ്പോൾ ചിക്കൻ ഫ്രൈഡ് റൈസ് പറഞ്ഞത് എനിക്ക് ഫ്രൈഡ് റൈസുകൾ മിക്സഡ് ആയാലും വെജിറ്റബിൾ ആയാലും ചിക്കൻ ആയാലും എല്ലാം ഇഷ്ടമാണ്. പക്ഷേ എനിക്ക് ഇതിൻ്റെ കൂട്ടത്തിൽ കുറച്ച് അൽഫാമും മയോണൈസും സോസും ഒക്കെ കൂടെ മിക്സ് ചെയ്ത് കഴിച്ചാലേ ഒരു സംതൃപ്തിയുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ചിക്കൻ ഫ്രൈഡ് റൈസ് പറഞ്ഞത്. കൂടാതെ നമ്മൾ ഫലൂഡയും ഒരു വാട്ടർമെലൺ ജ്യൂസൊക്കെ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. അത് ഫുള്ളും നമ്മൾ കഴിച്ചു കേട്ടോ. പിന്നെ ഇന്നത്തെ ഈ ഡിന്നർ കഴിപ്പിനൊരു സ്പെഷ്യാലിറ്റി ഉണ്ട് കേട്ടോ. മോൾക്കിപ്പോൾ 8 വയസ്സ് തുടങ്ങി. നമ്മൾ ഇന്ന് വരെ അവൾ ജനിച്ചേ പിന്നെ ഇങ്ങനെ തനിയെ പോയി നമ്മൾ വെളിയിൽ പോയി ഫുഡ് കഴിച്ചിട്ടേ ഇല്ല. അപ്പോൾ ഞാൻ വിചാരിച്ചു, ഞാൻ പല വീഡിയോസിലും കേട്ടിട്ടുണ്ട് കുട്ടികളായാലും ഹസ്ബൻഡ് ആൻഡ് വൈഫ് വല്ലപ്പോഴും ഒക്കെ പുറത്ത് തനിയെ പോകുന്നത് നല്ലതായിരിക്കുമെന്ന്. അങ്ങനെ അതൊന്ന് എക്സ്പീരിയൻസ് ചെയ്യാനൂടാണ് ഇറങ്ങിയത്. സത്യം പറയാമല്ലോ, ഞങ്ങൾ അവിടെ ഇരിക്കുമ്പോൾ എല്ലാം ഞങ്ങൾ ഞങ്ങളുടെ മോളെ മിസ് ചെയ്തുകൊണ്ടാണ് ഇരുന്നത്. കുഞ്ഞിനെ കൊണ്ടുവരേണ്ടതായിരുന്നു എന്ന് മാത്രമാണ് ഞങ്ങൾ പറഞ്ഞുകൊണ്ടിരുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ പെട്ടെന്ന് അവിടെ നിന്ന് ഇറങ്ങി നേരെ പോയത് വെജിറ്റബിൾ ഷോപ്പിലാണ്. അവിടെ പോയി കുറച്ച് വെജിറ്റബിൾസും ഒക്കെ വാങ്ങിച്ച് പിന്നെ വീട്ടിലോട്ട് പോയേ. അപ്പോൾ നമ്മൾ ഈ കുഞ്ഞു വീഡിയോസൊക്കെ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ. അപ്പോൾ ഓക്കെ, ബൈ ബൈ.